ലിന്റെ കയ്യിലൊക്കെ പിടിച്ചിരിക്കണ്ടല്ലോ. ഇത് ഒരു മാലാകുട്ടി. ഞാൻ പറയട്ടെ നിന്റെ അടുത്ത്, ഈ ഭൂമിയിലെ ശരിക്കും മാലാകന്മാർ ആരാന്നറിയോ നിനക്ക്? ആരാ? അത് നമ്മുടെ നേഴ്സുമാരായിരിക്കും. അതെ, സത്യം. ഈ നഴ്സുമാരുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. കൊറേ ട്രാജഡി ഉണ്ട് അവരുടെ ലൈഫിൽ. അവര് നമ്മൾ വിചാരിക്കും അവള് നേഴ്സല്ലേ, അവൾക്ക് ഭയങ്കര ശമ്പളാ, പക്ഷെ അവര് ചെയ്യണ എഫേർട്ട് അത് തന്നെയല്ല. അവര് പൈസക്ക് മാത്രല്ല, അവരുടെ മനസ്സിൽ ആ ഒരു സേവന മനോഭാവം ഉണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ പരമാവധി ഉപയോഗിച്ചിട്ടാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു മേഖല. അവർക്ക് അറിയാം നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു മനുഷ്യന്റെ ഏറ്റവും സെഡ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണ് അവര് നഴ്സിംഗ് ഫീൽഡ് എടുക്കണം അല്ലെ. അവർക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഈ നേഴ്സുമാര് നഴ്സിംഗ് പഠിക്കാനും. പിന്നെ ഹോസ്റ്റൽ ജീവിതം, പിന്നെ കുറെ ദൂരൊക്കെ ആയിരിക്കും ചിലവര് പഠിക്കുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവര് അത് പാഷനായി എടുത്തിട്ടാണ് നഴ്സിംഗ് പഠിക്കാൻ പോണത്. അപ്പൊ അത് അവരുടെ ഒരു ഭാഗമായി, ലൈഫിന്റെ ഒരു ഭാഗമായി. ഞാൻ അറിയണ്ടേ, നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ എടുക്കുമ്പോഴേ നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോ നമ്മൾക്ക് ഒരു മരുന്ന് കഴിച്ചു തിരക്കുകൾ കാരണം പലർക്കും ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോലും ആളില്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അപ്പൻ അല്ലെങ്കിൽ പെങ്ങള്, ചേട്ടൻ അല്ലെങ്കിൽ സ്വന്തം മക്കള് എന്നൊരു നിലയിലാണ് ഓരോ നഴ്സുമാരും വർക്ക് ചെയ്യുന്നത് അല്ലെ. സ്വന്തം ജീവിതം പോലും പണയപ്പാട് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യുന്നതാണ്. ലിനി മരിച്ചത്. സ്വന്തം 2 കുഞ്ഞു മക്കളുണ്ട്. ഈ അസുഖം ട്രീറ്റ് ചെയ്താൽ എനിക്കും അത് ബാധിക്കും, എനിക്കും മരണം വരെ സംഭവിക്കുന്ന ഉറപ്പുണ്ടായിട്ട് പോലും അത് ചെയ്യാനുള്ള ഒരു മനോധൈര്യം കാണിച്ചില്ലേ. അതിലാണ് ഈ നഴ്സുമാർക്ക് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അല്ലേ. പിന്നെ ഈ നഴ്സുമാര് ഒന്നിനും ടൈമില്ല, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവർക്ക് ഒന്നിനും ടൈമില്ല. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോലും അവർക്ക് ടൈമില്ല. അവര് കാണുന്നത് എപ്പോഴും വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ദേഷ്യം ഒക്കെ അങ്ങനെ പേഷ്യൻസിന്റെ ഓരോ ഭാവങ്ങൾ സെക്കൻഡിനുള്ളിൽ മാറുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിലെ തൊഴിലായിട്ട് ചോറുണ്ടാൻ നമുക്ക് TV കണ്ട് മൊബൈൽ കണ്ടൊക്കെ നമ്മൾ ചോറുണ്ടാണ്. ഈ നഴ്സുമാരൊന്നും ആലോചിച്ച് നോക്ക്, ഈ കണ്ണീരും ഒരു ടൈം കഴിയാതെ അവര് ഈ ഫുഡ് കൊണ്ടുപോകണ്ടോന്നല്ല സംശയം. അവരുടെ ചെറിയൊരു അശ്രദ്ധ മതി ഒരു ജീവൻ കയ്യിൽ നിന്ന് പോവാൻ. അതെ അതെ. അവര് എപ്പോഴും ഇപ്പൊ നമ്മളായാലും നമ്മള് രോഗികളെ ചെന്നാലും അവര് നമ്മൾക്കൊരു ബോഡി ഗാർഡ് പോലെയാണ്. നമ്മുടെ പുറകെ നിന്ന് വെള്ളം കുടിച്ചോ, പിന്നെ ട്രിപ്പ് ഇട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പ് നോക്കാൻ വരിക, അതുപോലെ മരുന്ന് കൃത്യ ടൈമിൽ. ഈ നൈറ്റ് ഡ്യൂട്ടിക്കുള്ള നഴ്സുമാരെ സമ്മതിക്കണം. നമ്മള് എത്ര വേദന ഉണ്ടെങ്കിലും നമ്മൾ ഒരു നിമിഷം പോലും നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോവായിരിക്കും, ഉറക്കത്തിന്റെ ഇതിലേക്ക് പോകും. പക്ഷെ ഈ നഴ്സുമാര് കറക്റ്റ് എപ്പോഴാണ് അവർക്ക് അറിയാം ആ ട്രിപ്പ് എപ്പോഴാണ് തീരുക എന്ന് അറിഞ്ഞ് കറക്റ്റ് ആ ടൈമിൽ അവർ വന്ന് നമ്മൾ ശല്യപ്പെടുത്താണ്ട്, ഉറക്കത്തില് പോലും നമ്മളെ ശല്യപ്പെടുത്താണ്ട് അവരത് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആയാലും മറ്റുള്ളവരും ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സ് ഇപ്പൊ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒന്നും അനക്കാതെ പോലും അവരത് ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ നഴ്സുമാരുടെ വേറൊരു ഗുണം, ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ബേബീസിനെ സത്യം ഒരു കുഞ്ഞ് ജനിച്ച് വീണത് തന്നെ ഈ മാലാഖകളുടെ അവരുടെ ആരുമില്ല, ഈ കൊച്ച അവരുടെ ആരുമല്ല, പക്ഷെ അവരുടെ മുഖത്ത് ഒരു ചിരിയാണ്. അവരുടെ മുഖമാണ് നമ്മൾ ഫസ്റ്റ് ഒരു കുഞ്ഞിന് ഒരു പുതിയ ലോകം കാണിച്ചു കൊടുക്കണം അവരുടെ കയ്യിൽ. എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാം, സംഭവം റെഡിയാണ്, ഡോക്ടർമാരാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ നഴ്സുമാരുടെ ഒരു കെയറിങ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ നമ്മുടെ കോവിഡ് വന്നു, സ്വന്തം വീട്ടുകാർ പോലും ഈ പേഷ്യന്റിനെ ഒരു റൂമിലിട്ട് ഒരു പട്ടിയുടെ വില പോലെ അങ്ങനെ പറയാം നമുക്ക് അല്ലെ. അത്രയും സഹിച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കൊറോണ വന്നിട്ട് ഒരു പേഷ്യന്റിനെ നമ്മൾ റൂമിൽ പൂട്ടിയിടുന്നു, വാതിലിന്റെ ഉള്ളിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടാണ് ഈ നഴ്സുമാര് അവരെ ശുശ്രൂഷിക്കാൻ വന്നിരുന്നത്. സംഭവം ഈ PP കിറ്റൊക്കെ ഇട്ട് അവര് വരുമ്പോൾ നമുക്ക് സങ്കടമാണ്. പക്ഷെ അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നുണ്ടോന്നാണ് നമ്മുടെ സംശയം അല്ലെ. പിന്നെ ഇപ്പൊ ഈ വിദേശത്തൊക്കെ ഉണ്ടല്ലോ കെയർ ഹോം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതില് അത്യാവശ്യം വയസ്സായവരായിരിക്കും, ചിലപ്പോ മെന്റലി പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ അവർക്കൊക്കെ ഓരോ നഴ്സുമാരോ അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ എന്ത് ക്ഷമിച്ചിട്ടാന്നറിയോ നഴ്സുമാരെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസക്ക് വേണ്ടി മാത്രമല്ല അവരവരുടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ മനസ്സ് ഒരു ത്യാഗം, ഒരു സേവനമുണ്ട്, മറ്റുള്ളവരെ സഹജീവികളോടുള്ള ഒരു അനുഭൂതി, അതാണ് നഴ്സുമാരിൽ കൂടുതൽ കാണുന്നത് അല്ലെ. പരമാവധി നമ്മൾ നഴ്സുമാരെ ഒന്ന് അംഗീകരിക്കാൻ ശ്രമിക്കുക. ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് തന്നെ നിങ്ങളുടെ പേഷ്യന്റ് ഇപ്പൊ നമ്മളെ ഒരു രോഗിയായി ചെന്ന്
തിരിച്ചിറങ്ങുമ്പോൾ ഒരു വാക്ക് നന്ദിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഞ്ചിരി. നമ്മൾ എന്താ ചെയ്യുക, ഡിസ്ചാർജ് എന്ന് കേട്ടാൽ നമ്മളെല്ലാവരും ബാഗ് എടുത്ത് പാക്ക് ചെയ്യണു, റൂമിന്റെ താക്കോൽ അത് ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോവാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും പിന്നെ നമ്മളെ ഡോക്ടേഴ്സ് നമ്മൾ കണ്ണിയും കാണാൻ ചെല്ലും. പക്ഷെ നമ്മളെ അത്രയും കെയർ ചെയ്ത ആ നഴ്സുമാരെ കാണാൻ ആരും ചെല്ലുന്നതായിട്ട് എനിക്കറിവില്ല. നിനക്ക് അറിവില്ല? ഈവൻ ഞാനായ പോലും എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത നഴ്സിന്റെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ അവരുടെ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഭയങ്കര അധികം അർഹത നേടുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നഴ്സുമാരൊന്ന് റെസ്പെക്ട് ചെയ്യാം, പരമാവധി നമ്മളൊന്ന് ആദരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ അവരുടെ കയ്യിലാണ് നമ്മൾ ഏൽക്കപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി അവരെ വിഷമിപ്പിക്കാതെ പരമാവധി അംഗീകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഭൂമിയിലെ മാലാഖമാരാണ് അവര്. അതെ.